ഇന്നത്തെ നമ്മുടെ യാത്ര യു കെയിലെ ഇടുക്കി എന്നറിയപ്പെടുന്ന ഗ്ലെനാരി ഫോറസ്റ്റ് പാർക്കിലേക്കാണ്. ഈ ഗ്ലെനാരി ഫോറസ്റ്റ് പാർക്കിലേക്കുള്ള വഴി അതിമനോഹരമാണ്. അതിന് കാരണം നമ്മൾ പോകുന്നത് റോഡിൻ്റെ ഒരു വശം കുന്നുകളും സമതല പ്രദേശങ്ങളും മറുവശം കടലിടുക്കുകളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സീനറിയാണ് നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുക. ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ടൈം ഉണ്ട് നമുക്ക് ഗ്ലെനാരി ഫോറസ്റ്റ് പാർക്കിൽ എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നാഷണൽ ഹൈവേ പോലെ ഇവിടെ നമുക്ക് മോട്ടോർ വേ എന്നാണ് കാണാൻ കഴിയുക. ഈ മോട്ടോർ വേയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മോട്ടോർ വേ ആണെങ്കിലും ഇവിടുത്തെ സാധാ റോഡുകളാണെങ്കിലും നമുക്ക് സൈഡിൽ നിർത്താൻ പാടാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റെഡ് കളർ കാണുന്ന ആ ഒരു ഭാഗത്താണ് നമുക്ക് വണ്ടി ആകെ നിർത്താൻ കഴിയുക. അത് നമുക്ക് പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനെ കാണാൻ കഴിയത്തില്ല. ഇവിടെ നിന്നും ഈ റോഡ് രണ്ടായിട്ട് തിരിയുകയാണ്. മോട്ടോർ വേ 2 മോട്ടോർ വേ 5ഉം. മോട്ടോർ വേ 5കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അതാണ് നമ്മുടെ കോസ്റ്റ് വേ വരുന്നത്. അങ്ങനെ നമ്മൾ M5ലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നമുക്കിപ്പോൾ കുറച്ച് മരങ്ങളും അതുപോലെ നമുക്ക് കുറച്ച് റെസിഡൻഷ്യൽ ഏരിയയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇവിടുത്തെ റോഡിനൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന റോഡിനേക്കാളും കുറച്ചും കൂടെ ഗ്രിപ്പുണ്ട്. ഇവിടുത്തെ റോഡിലെ മെറ്റലൊക്കെ കുറച്ചും കൂടെ പൊങ്ങിയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ മഞ്ഞുകാലങ്ങളിലൊക്കെ റോഡിനെ കുറച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതുപോലെ മിറ്റിൽസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വേറെ റോഡിന്റെ പ്രത്യേകത എനിക്ക് കാണാൻ കഴിഞ്ഞത്, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഫ്ലൈ ഓവറുകൾ ഇവിടെ കുറവാണ്. അതിന് പകരം നമ്മൾ പോകുന്ന റോഡിന്റെ മുകളിൽ കൂടെ മണ്ണിട്ട് പൊക്കി ഒരു ചെറിയൊരു എക്സിറ്റാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നമുക്ക് ധാരാളം ഫാം ലാൻഡുകളൊക്കെ നമ്മുടെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ധാരാളം പശുക്കളൊക്കെ ഇവിടെ മെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ അതിമനോഹരമായ സ്ഥലത്തൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് ധാരാളം മരങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടങ്ങളിലൊക്കെ നല്ല രസമുള്ള ഫാം ലാൻഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ല, നിർത്താനുള്ള സ്ഥലം നമുക്കില്ല. ഈ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ഒരു റൗണ്ട് അബൌട്ടാണ്. ഈ റൗണ്ട് അബൌട്ടിൽ നമ്മൾ വലത്തുനിന്ന് വരുന്നവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ മോട്ടോർ വേയിൽ തിരിഞ്ഞ് അടുത്ത വഴിയിലേക്ക് പോവുകയാണ്. ഈ വഴി നമ്മൾ നേരെ ചെല്ലുമ്പോൾ നമ്മളൊരു വില്ലേജിലേക്കാണ് എത്തുന്നത്. ആ വില്ലേജ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കോസ്റ്റ് വേ എത്തും. ഇപ്പോൾ നമ്മൾ ആ വില്ലേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും ഫാം ഹൗസുകളും അതുപോലെ ഫാം ലാൻഡുകളുമാണുള്ളത്. കൂടുതലുമായിട്ടും ചെമ്മരിയാടുകളെ വളർത്തുന്ന കൃഷിക്കാരാണ് ഈ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ കൃഷിസ്ഥലങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചെറിയ കുറ്റിച്ചെടികൾ വെച്ചിട്ട് ഇവരുടെ കൃഷിസ്ഥലങ്ങൾ തിരിച്ചിരിക്കുന്നതാണ്. അതിൽ തിരിച്ചിട്ടുണ്ട്. കാരണം ഇവർ ചെമ്മരാടികളെ നേരെ അതിനകത്തിട്ട് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരാളുടെ ചെമ്മരാടികൾ അടുത്ത ഒരു ഏരിയയിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ ചെറിയ കുറ്റിച്ചെടികൾ വെച്ചിട്ട് ഇവരുടെ കൃഷിസ്ഥലങ്ങൾ ഇവർ തിരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളെ കോസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അങ്ങ് അകലെ നമുക്ക് കടൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ കടലിൻ്റെ ആ ഒരു കോസ്റ്റ്വേയിലേക്കാണ്. വളരെ മനോഹരമാണ്. അങ്ങ് അകലെ നമുക്ക് ചെറുതായിട്ട് കടൽ കാണാം. അതുപോലെ നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുന്നുകൾ കാണാം, അകലെയായിട്ട് ഫോറസ്റ്റ് കാണാം. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കോസ്റ്റ് വേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ റോഡിൻ്റെ ഒരു വശം ഫുള്ള് കടലാണ്, അതുപോലെ തന്നെ ഒരു സൈഡ് ഫോറസ്റ്റാണ്. ഇനിയുള്ള കുറേ നേരത്തെ നമ്മുടെ യാത്ര ഇങ്ങനെ കാണുന്ന ഒരു വഴിയിൽ കൂടിയാണ്. അപ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊന്ന് വണ്ടി നിർത്താൻ നമുക്കൊരു സ്ഥലം കിട്ടിയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാണ് വെള്ളക്കല്ലുകളും കറുത്ത കല്ലുകളും, അതായത് ഇവിടെ ചുണ്ണാമ്പ് കല്ലുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയിലാണെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ വെള്ള ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് ഓരോ ഏരിയയും അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ കാണുന്ന റോഡിൻ്റെ ഒരു വശം കാണുന്ന ഫോറസ്റ്റ് ആണ്. നമ്മുടെ ഇടതുഭാഗത്തായിട്ട് കാണുന്ന മലകളിൽ നമുക്ക് കുറച്ച് വൈറ്റ് കളർ കാണാം. അത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ പാറകളും മലകളുമാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തീരദേശ ഹൈവേ ഒക്കെ പോലെ തന്നെ ഈ റൂട്ട് പോകുന്നതും തീരത്തൂടെയാണ്. അതുകൊണ്ടാണ് ഇത് കോസ്റ്റ് വേ എന്നറിയപ്പെടുന്നത്. ഏകദേശം 2-3 ദിവസങ്ങൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ റൂട്ട് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇപ്പം നമ്മൾ പോകുന്നത് ശരിക്കും പഴയ ഒരു ടൗണിൽ കൂടിയാണ്. നമുക്ക് ഇതിൻ്റെ മതിലുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം. ഇതെല്ലാം ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ ഏകദേശം കുറേ, അതായത് പല ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ബ്രൗൺ കളറിലെ ബോർഡുകളെല്ലാം ഓരോ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഡിനോട്ട് ചെയ്യുന്നവയാണ്. അതേപോലെ ഇവിടെ വീടുകളും എല്ലാം പണ്ടത്തെ കാലത്ത് നിർമ്മിച്ചവയാണ്. ഇവിടെ കൂടുതലും ബോട്ടിങ്ങും അതുപോലെ തന്നെ മീൻ പിടിക്കുക അങ്ങനെയുള്ള ഒരു പഴയകാല ഒരു ജീവിത രീതിയാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. നമുക്ക് റോഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം, ഇതുണ്ട്, ഇത് ശരിക്കും അറ്റത്തൂടെയാണ് പോകുന്നത്. ശരിക്കും നമ്മൾ ഈ റോഡിൻ്റെ തൊട്ട് താഴെ നമ്മുടെ കടലാണ്, ഒരു സൈഡിൽ ഫുൾ മലയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ കുറേം കൂടെ മുന്നോട്ട് വന്നു കേട്ടോ. ഇതാണ് ശരിക്കും ഗ്ലെനാരം എന്ന് പറയുന്നൊരു ടൗണാണ് കേട്ടോ നമ്മുടെ മുന്നിൽ കാണുന്നത്. നമ്മൾ ഈ വരുന്ന റൂട്ടിൽ നമ്മൾ ബെൽഫാസ്റ്റിൽ നിന്ന് നമ്മൾ ശരിക്കും ഈ കോസ്റ്റൽ റൂട്ടിൽ കൂടെ നമുക്ക് ഗ്ലെനാരിഫിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഒരു വലിയ ടൗണാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ധാരാളം ഫിഷിംഗ് പോയിന്റുകളും ബോട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഗ്ലെനാരി ഫോറസ്റ്റ് പാർക്കിലേക്കാണ്. അതുപോലെ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ കാണാം, നമുക്ക് ഇതുണ്ട്, ചെറിയ മതിൽ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ തൊട്ട് താഴോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കടലാണ്. അതുകൊണ്ടാണ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുണ്ട് അങ്ങനെ മതിൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ നമുക്ക് ഈ ഫാം ലാൻഡുകൾ കാണാം, അതുപോലെ മലകൾ കാണാം. ഈ താഴ്വാരങ്ങളെല്ലാം കൂടുതലും ഈ പുല്ല് നിറഞ്ഞു കിടക്കുന്നതല്ല, ഇതെല്ലാം ശരിക്കും ചെമ്മരാടുകൾ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ചെമ്മരാടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ പോകുന്നതിന് ഇടസൈഡുണ്ട്, ധാരാളം മലകൾ കാണാം, വെള്ള കളറിലുള്ളത്. അത് ചുണ്ണാമ്പ് കൊണ്ടുള്ള മലകളാണ്, അതുകൊണ്ടാണ് വെള്ള കളറിൽ കാണുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ കോസ്റ്റൽ കോസ്റ്റ് കഴിഞ്ഞ് തിരിയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ശരിക്കും നമ്മളൊരു ഫോറസ്റ്റ് രീതിയിലുള്ള വഴി കൂടെയാണ് കേട്ടോ നമ്മൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ ഇടുക്കിയിലൊക്കെ പോകുന്ന പോലെ ഒരു വഴിയാണ് കേട്ടോ ഇത്. നമ്മുടെ ഇടുക്കിയിൽ ഏകദേശം തൊടുപുഴ ആ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ നേരുമംഗലം ഫോറസ്റ്റ് കൂടെയൊക്കെ പോകുന്ന ഏകദേശം ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ കിട്ടുക. അതുപോലെ നമുക്ക് കുറേ കുന്നുകളും മലകളൊക്കെ കാണാം. നമ്മുടെ വാഗമൺ ആ ഒരു രീതിയിലുള്ള കുറേ മലകളും കുന്നുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഏലപ്പാറ ആ രീതിയിലുള്ള ഒത്തിരി സാധനം നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന പോയിട്ട് ശരിക്കും രണ്ട് സൈഡിലും ഫുൾ ഫോറസ്റ്റാണ്. നമ്മൾ ശരിക്കും ഇടുക്കിയിൽ ഒരു ഫോറസ്റ്റ് കൂടെ പോകുന്നൊരു ചെറിയ പോലെ നമുക്ക് തോന്നുന്നത് ചെറിയൊരു വഴിയൊക്കെയാണ് കേട്ടോ. അതുപോലെ നമുക്ക് വാഗമൺ ആ രീതിയിലുള്ള ചെറിയ ചെറിയ നമുക്ക് കുന്നുകൾ, അതായത് പുൽമേടുകൾ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇതെല്ലാം ഫാം ലാൻഡുകളാണ്. അങ്ങനെ നമ്മൾ ഗ്ലെനാരി ഫോറസ്റ്റ് പാർക്ക് എത്താറായി കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ വന്നിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടൊരു വഴികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതുണ്ട്, ഈ പൈൻ മരങ്ങളെ ഇലകളെ പൊടിയൊക്കെ നമ്മുടെ റോഡിൽ ഇതുണ്ട്, രണ്ട് സൈഡിലും വീണ് കിടപ്പുണ്ട്. ഒരു ബ്രൗൺ കളർ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തും കേട്ടോ. ഇവിടെ നമുക്ക് ഇതുണ്ടോ കാലാവസ്ഥയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ നമ്മളൊരു ഇടുക്കിയിലെ ഒരു മൂടൽമഞ്ഞ് ആ രീതിയിലുള്ള ഒരു കാലാവസ്ഥയായി കേട്ടോ. അത്യാവശ്യം മഞ്ഞ് മൂടിയ ഒരു ക്ലൈമറ്റായി. നമ്മൾ ഇത്രയും നേരം വന്നപ്പോൾ അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടൊന്നും ഇതുണ്ടോ കാർമേഘങ്ങൾ മഞ്ഞ് മൂടിയ ഒരു കാലാവസ്ഥയാണ്. ചെറിയ ചെറിയ ഒരു ചാറ്റൽ മഴയും നല്ല തണുത്ത കാറ്റും ഒക്കെ ഇപ്പോൾ വീശുന്നുണ്ട്. ഇവിടെ നമുക്ക് ശരിക്കും ക്യാമ്പിംഗ് സൈറ്റുകളും അതുപോലെ ക്യാമ്പർ വാനും ക്യാരവാനും ഒക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൈറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി വണ്ടി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു ഫീസ് ഉണ്ട്. അത് നമുക്കിവിടെ ഒരു ഓട്ടോമാറ്റിക് ഒരു പേയിങ് മെഷീൻ ഉണ്ട്. നമ്മളവിടെ ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ ചെന്ന് പേ ചെയ്യണം. ഇവിടങ്ങളിൽ ശരിക്കും ഇതുപോലെ പേ ചെയ്യാനുള്ള സ്ഥലത്ത് നമ്മൾ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ കറക്റ്റായിട്ട് നമ്മളവിടെ പേ ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യുക കേട്ടോ. അത് ഇല്ലാത്ത സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ നോക്കിയിട്ട് പേ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ഇതാണ്, അതായത് ഇവിടെ ശരിക്കും കുറേ ട്രെയിലുകളുണ്ട്. ഒരു വാട്ടർഫാൾ ഉണ്ട്, അതേപോലെ നമുക്ക് പല പല ട്രെയിലുകൾ ശരിക്കും നടക്കാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമേ പോകുന്ന ഒരു വാട്ടർഫാളിലോട്ടാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലെ കാണുന്ന പോലെ ഇവിടെ നമുക്ക് തെളിഞ്ഞ വെള്ളം ആയിരിക്കില്ല നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് കുറച്ച് ഒരു കറുത്ത കളറുള്ള വെള്ളമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതുപോലെ നമുക്കിവിടെ റെഡ് സ്ക്വിറൽ, അതുപോലെ മുളൂസ്ക്, പല ടൈപ്പുള്ള സ്നേലുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
നമ്മൾ ശരിക്കും ഒരു കാട്ടിക്കൂടെ നടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇതുവഴി നടന്നു പോകാൻ ഇങ്ങനെ പല സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ചെറിയ ഷെഡുകൾ പോലെ കാണാൻ കണ്ടത്. നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇരുന്ന് വിശ്രമിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. നമുക്ക് വീണ്ടും യാത്ര തുടരാം. ചില സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഷെഡുകൾ കാണാം, ചില സ്ഥലത്ത് നമുക്ക് കസേരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ വാട്ടർഫാൾസ് വാക്കിലേക്കാണ് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഇനിയിപ്പോൾ ഒരു ചെറിയ വഴി കൂടെ നമ്മൾ പതുക്കെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഇതുപോലെ വേലികളും എല്ലാം തീർത്തിരിക്കുന്നത് ഫുള്ള് തടികൾ കൊണ്ടാണ് കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ നമുക്ക് ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുള്ള വേലികളാണ് കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടെ ഫുള്ള് ഇങ്ങനെ തടികൾ കൊണ്ടുള്ള വേലികളൊക്കെയാണ്. ഫുള്ള് നേച്ചർ ഫ്രണ്ട്ലിയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഇവർ ഇതെല്ലാം ഉണ്ടാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് ഏകദേശം വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്താറായി. നമ്മൾ ശരിക്കും നല്ല ഹൈറ്റിൽ നിന്നാണ് കേട്ടോ ഇറങ്ങി ചെല്ലുന്നത്. ഈ താഴെ കാണുന്ന ശരിക്കും നമ്മുടെ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴുകി പോകുന്നതാണ്. നമുക്ക് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടം നമുക്ക് വളരെ ചുരുക്കമാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഈ വെള്ളത്തിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഏകദേശം നമ്മുടെ നാട്ടിൽ കട്ടക്കാപ്പ അല്ലെങ്കിൽ കൊക്കക്കോള പോലെയുള്ള ഒരു ബ്രൗൺ കളറാണ് കേട്ടോ ഈ വെള്ളത്തിന് കാണാൻ സാധിക്കുന്നത്. അത് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ പല വെള്ളച്ചാട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം ഹൈറ്റിൽ നിന്നാണ് വെള്ളം ചാടി വരുന്നത്. നമുക്കിവിടെ വളരെ ചുരുക്കമായിട്ടാണ് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ ഇനി മുന്നോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് ഇവിടെ ശരിക്കും ഒരു പാറയുടെ സൈഡിൽ ഇതുണ്ടോ തടിയുടെ പീസുകൾ വെച്ചിട്ട് ഇതുണ്ട് പുറത്തൊരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് വാക്കാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ വഴി കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട്. ഇതുണ്ട് നേരെ മുന്നിൽ കാണുന്നുണ്ട് ക്യാൻറ്റീൻ. നമുക്ക് ഇവിടുന്ന് ഫുഡ് വേണം, നമുക്ക് ഫുഡ് കഴിക്കാം. ടോയ്ലറ്റ് സൗകര്യങ്ങൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പം ശരിക്കും എന്താ പറയുക പക്ഷികളുടെയൊക്കെ ഒരു ഏരിയ ഉണ്ട് ഇത്. അതുപോലെ ഇതുണ്ട് നമ്മൾ നേരത്തെ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു വാട്ടർഫാളാണ് ഇത്. ശരിക്കും കണ്ടോ വെള്ള കളറുള്ള വെള്ളമാണ് ഇതുണ്ട്. ഇതൊക്കെ നമുക്ക് പക്ഷികൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇതുണ്ടോ നമ്മളിത് ഫോറസ്റ്റ് വാക്കിൻ്റെ കുറച്ച് ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഇതുവഴിയാണ് നമ്മളിനി തിരിച്ചു പോകുന്നത്. ഇവിടെയൊക്കെ നമുക്ക് മൊത്തം മരങ്ങൾ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഇതുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയ അരുവികളെ കാണാനുണ്ട്. ഇതിൻ്റെ വെള്ളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കളറ് കണ്ടോ, ഒരുമാതിരി ബ്രൗൺ റെഡിഷ് കളറാണ് ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു ഏരിയയിൽ എത്തിച്ചേർന്ന് കേട്ടോ. എന്നാ രസമെന്ന് നോക്കിയേ. ശരിക്കും നമ്മുടെ കുറേ പുൽമേടുകൾ അങ്ങനെയുള്ള ഏരിയകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ശരിക്കും ഇവിടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പല ഏരിയയിലും പല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.